ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ എബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർത്തൃദിവസം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നാം അതിനായി ദൈവം നമ്മെ കൂട്ടി വരുത്തുന്നിടത്ത് നാം ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ അനുഗ്രഹമായ സമയത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ പരിശുദ്ധാത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നാം ആരാധിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കാനുള്ളത് ദൈവകൃപയുടെ ബഹുത്വമാണ്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അവർ യേശുവിനെ കൈയേറ്റു. അവിടുന്ന് താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തിനെ അപ്പുറത്തും ഒരുത്തിനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. യാതൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം, തെറ്റുകൾക്ക് ഇടകൊടുക്കാതെ വണ്ണം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം കൃത്യമായി വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിലൂടെ യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. വളരെ കൃത്യമായിട്ട് പറയുന്നു, യേശുവിനെ ക്രൂശിച്ചു. യേശു ക്രൂശിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന ലോകത്തോട് യോഹന്നാൻ മാത്രമല്ല മറ്റ് സുവിശേഷകന്മാരും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, യേശുവിനെ ക്രൂശിച്ചു. അതെങ്ങനെയാണ് എന്നും വളരെ വ്യക്തമായി എഴുതുന്നുണ്ട്. എവിടെയാണ് ക്രൂശിച്ചത്? ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ സ്ഥലം പറയുന്നു, അവിടെ യേശുവിനോടുകൂടെ 2 ആളുകളെ അവരെ എങ്ങനെയാണ് ക്രൂശിച്ചത്? ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും. അപ്പോൾ ഇടത്തും വലത്തും എന്ന് നമുക്ക് പറയാം. യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. ലോക ചരിത്രത്തിൽ ഇന്നും ശരിയായി ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് യേശുവിന്റെ ക്രൂശീകരണം. പക്ഷേ പലർക്കും അത് അറിയാതെ പോകുന്നു. പലരും അറിഞ്ഞു എങ്കിലും അറിയണ്ട എന്ന ഭാവത്തിൽ ജീവിക്കുന്നു. പക്ഷേ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ അവനെപ്പോഴും അറിയാം, എന്റെ ജീവനായകൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ഇവിടെ ഈ അപ്പുറത്തും ഇപ്പുറത്തുമായി ക്രൂശിച്ചവരും കള്ളന്മാരാണ്. അവർ കുറ്റം ചുമത്തപ്പെട്ടവരാണ്. എന്നാൽ നടുക്ക് കിടക്കുന്ന യേശു കർത്താവ് യാതൊരു കുറ്റവും ചെയ്യാത്തവനാണ്.
പക്ഷേ ആ കർത്താവിന്റെ മേലും കുറ്റം അവർ ആരോപിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു കള്ളൻ പാപത്തിൽ മരിക്കുന്നു, മറ്റേ കള്ളൻ പാപസംബന്ധമായി മരിക്കുന്നു. മൂന്നാമത്തത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാപത്തിനു വേണ്ടി മരിക്കുന്നു. പാപത്തിൽ മരിച്ചു, പാപസംബന്ധമായി മരിച്ചു, പാപത്തിനു വേണ്ടി മരിച്ചു. പാപത്തിനു വേണ്ടി മരിച്ച ക്രിസ്തുവിനെയാണ് നാം എല്ലാ കർത്തൃദിവസവും ഓർക്കുന്നത്. ഗത്സമനയിൽ നിന്നും ഗബഥയിലേക്ക്, പിലാത്തോസിന്റെ കൽത്തളമായ ഗബഥയിലേക്കും, ഗബഥയിൽ നിന്ന് ഗോൽഗോത്തായിലേക്കും, ഒടുവിൽ മരണത്തിലേക്കും പോയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഒരു പാട്ടുകാരൻ എഴുതിയ ഒരു പാട്ടിന്റെ വരി ഹൃദയത്തിൽ നിന്ന് വരികയാണ്. എന്തോ ഒരു അൻപിതപ്പനെ ഈ പാപിമേൽ, എന്റെ പിതാവേ, പാപികളായ ഞങ്ങളോട് അങ്ങ് കാണിച്ച കരുണയുടെ ആഴം എത്ര വലുതാണ്. ലോകത്തിന്റെ സൃഷ്ടാവേ, ചണ്ടാളദ്രോഹികളായിരുന്ന ഞങ്ങളോട് കാണിച്ച അവിടുത്തെ അൻപിന്റെ ആഴം, കൃപയുടെ ബഹുത്വം ഇന്ന് രാവിലെ ഞങ്ങൾ ഓർത്തങ്ങയ്ക്ക് മഹത്വം കരയറ്റുന്നു. അങ്ങയുടെ മരണം കൊണ്ട് ഞങ്ങളുടെ വൻ നരകം അങ്ങ് അകറ്റി. പാപികളും ദോഷികളുമായ നരവർഗത്തെ രക്ഷിക്കുവാൻ അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എന്നാൽ മരണത്തിന് അങ്ങേ അടക്കി വെക്കുവാൻ കഴിയുമായിരുന്നില്ല. ആ കല്ലറയ്ക്ക് അങ്ങേ അടക്കി വെക്കുവാൻ കഴിയുമായിരുന്നില്ല. അവിടുന്ന് മൂന്നാം ദിവസം ഉത്ഥിതനായി, എല്ലാറ്റിനും മേലും ജയം പ്രാപിച്ചവനായി, മരണത്തിന്റെ മേലും ശാപത്തിന്റെ മേലും പിശാചിന്റെ മേലും വിജയത്തിന്റെ കൊടി പാറിച്ച് അവിടുന്ന് സ്വർഗോന്നതങ്ങളിൽ ജീവിക്കുന്നു. മഹോന്നതനായ ദൈവപുത്ര, അങ്ങയ്ക്ക് ആരാധന, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ബലം, ബഹുമാനം, പുകഴ്ച, മഹിമ എല്ലാം ഇന്ന് രാവിലെ ആ പാദപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ മരണത്തെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അവിടുത്തെ വീണ്ടും വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. അവിടുത്തെ കഷ്ടാനുഭവത്തിന്റെ തികവിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. അങ്ങയ്ക്ക് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.